അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും അനുഗ്രഹിച്ചു നൽകിയ റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠ സമ്പന്നമാകുന്ന വിഷയം നാമൊക്കെ അറിയുന്നത് പോലെ പരിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ. സന്മാർഗവും ജനങ്ങളെ വഴികാട്ടുന്നതുമാകുന്ന വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിൽ അവതരിപ്പിച്ചു എന്ന് ഖുർആൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ഖുർആനിനെ എത്രത്തോളം നമ്മൾ മഹത്വത്തോടുകൂടി പരിപാലിക്കേണ്ട ഒരു മാസമാണ്. വിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തെ ഖുർആൻ കൊണ്ട് അലങ്കരിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു. ഖുർആൻ അവതരിപ്പിച്ചു. എത്രയോ മാസങ്ങളുള്ളതിൽ നിന്ന് റമദാൻ ഷരീഫ് ആ ഖുർആൻ അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ഖുർആനിന്റെ വാർഷിക മാസം എന്ന നിലയ്ക്ക് കൂടിയാണ് ആ ഖുർആനുമായി അഭേദ്യമാകുന്ന ബന്ധം നമ്മൾ വിശുദ്ധ മാസത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വമു. ഖുർആൻ പറയുകയാണ്, ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സമൂഹത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടി, ഹിദായത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അവതരിപ്പിച്ചതാണ്. അപ്പോൾ നമുക്കൊക്കെ സന്മാർഗം കാണിച്ചു തരുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മഹത്വം വല്ലാത്ത പ്രതിഫലമാണ്. ഒരു ഹർഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഒരു ഹസനത്ത്, ആ ഹസനത്ത് 10 നന്മയായിട്ട് ഇരട്ടിക്കപ്പെടുകയാണ്. അലിഫ് ലാം മീം എന്ന് പറയുന്നത്, അലിഫ് ലാം മീം ഒരക്ഷരമല്ല. അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, അതുപോലെ തന്നെ മീം ഒരക്ഷരമാണ്. ഓരോ ഹർഫ് ഓതുമ്പോഴും 10 നന്മ വീതം ലഭിച്ചുകൊണ്ട് 30 നന്മയാണ് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ സുഹൃതങ്ങൾ വാരിക്കോരി നേടിയെടുക്കാൻ ഓരോ ജുസുകൾ നമ്മൾ ഓരോ വഖത്തിന് ശേഷവും പാരായണം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും മനോഹരമാവുകയാണ്. നമ്മുടെ പ്രതിഫലത്തിന്റെ കണക്കിൽ ഭാരമുള്ളതായി തോന്നുകയാണ്. ആ നിലയ്ക്ക് വിശുദ്ധ ഖുർആനെ നമ്മൾ പാരായണം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഹബീബായ പ്രവാചകൻ നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മഹത്വം അടയാളപ്പെടുത്തുന്നിടത്ത് കാണാം. ഖുർആൻ ഓതുന്ന അടിമ എങ്ങനെയാണ്, ഖുർആൻ ഓതാത്ത ഒരു വിശ്വാസി എങ്ങനെയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന മുനാഫിക് എങ്ങനെയാണ്, ഖുർആൻ പാരായണം ചെയ്യാത്ത മുനാഫിക്കിനെ കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ റമദാൻ ഷരീഫ് അടക്കമുള്ള ആ മാസങ്ങളിൽ ഖുർആൻ ഓതുന്നവരുടെ ഉപമ എന്ന് പറയുന്നത് അവൻ മധുര നാരങ്ങയെ പോലെയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസി മധുര നാരങ്ങയെ പോലെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മധുരമുള്ള ഓറഞ്ച് അതിന് നല്ല സുഗന്ധമുള്ള വാസനയാണ്. അതിന്റെ മണം എല്ലാവർക്കും പകരും. അതുപോലെ അത് കഴിക്കാൻ നല്ല സ്വാദിഷ്ടമുള്ളതാണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിത്യമായി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് പകരുകയാണ്. അവർ മറ്റുള്ളവരിലേക്ക് കൂടി നന്മ പകർത്തുന്നവരായി മാറുകയും ഉള്ളിലും നല്ല സ്വാദിഷ്ടമാകുന്ന ഹൃദയം പരിശുദ്ധമായിട്ടുള്ളവരാണവർ എന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ ഓർമ്മപ്പെടുത്തി തരികയാണ്. അതേസമയം ഖുർആനെ പാരായണം ചെയ്യാതെ നടക്കുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളമോ, ഖുർആൻ ഓതുന്നില്ല, അദ്ദേഹത്തിൻ്റെതാകുന്ന മറ്റുള്ള തിരക്കുകൾ വ്യാപൃതമായി ജീവിക്കുന്നവരാണ്, ദുനിയാവിന്റെ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ അവരുടെ ഉപമ എന്ന് പറയുന്നത് കാരക്കയെ പോലെയാണ്. കാരക്കയ്ക്ക് രുചിയുണ്ട്, പക്ഷെ എന്തില്ല, മണമില്ല. അതുപോലെ ഖുർആൻ ഓതാ നടക്കുന്ന അടിമകൾ റമദാൻ ഷരീഫാകട്ടെ പരിശുദ്ധ ഖുർആൻ എടുത്ത് തുറന്നു നോക്കുന്നില്ല എങ്കിൽ അവരാരെ പോലെയാണ്? ഖുർആൻ ഓതാത്തവർ കാരക്കയെ പോലെ പുറമെ മറ്റുള്ളവർക്ക് അവരെ കൊണ്ട് ഉപകാരമില്ല, അവരിൽ നിന്ന് നല്ല സുഗന്ധമുള്ള വാസന അനുഭവിക്കാൻ കഴിയുന്നില്ല, ഉള്ളു മാത്രം ശുദ്ധമാകുന്നവർ മാത്രമായി അവർ അവസാനിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഇനി ഖുർആൻ പാരായണം ചെയ്യുന്ന മുനാഫിക്കാണെങ്കിലോ, മുനാഫിക്കീങ്ങൾ ആരാണ്? മുനാഫിക്കീങ്ങൾ എന്ന് പറയുന്നത് കപടവിശ്വാസികളാണ്. അള്ളാഹുവിനെ കൊണ്ട് പുറമെ പ്രത്യക്ഷത്തിൽ വിശ്വാസികളെ പോലെ, പ്രവാചകനെ വിശ്വസിച്ചവരെ പോലെ നടക്കുമെങ്കിലും അവരുടെ പുറമെ അള്ളാഹുവിനെ കൊണ്ടും ഹബീബായ മുത്തുനബി തങ്ങളെ കൊണ്ട് വിശ്വാസമില്ല. അവർ കപടത, ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കപടത സൂക്ഷിക്കുന്നു. അവരും ചിലപ്പോൾ ഖുർആനൊക്കെ ഇങ്ങനെ പാരായണം ചെയ്ത് നടക്കുന്നുണ്ടാവും, പക്ഷെ ആ ഖുർആൻ പാരായണം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് അവർ എന്തിനെ പോലെയാണ്? റൈഹാൻ ചെടിയെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ റൈഹാൻ ചെടിക്ക് പുറത്ത് നല്ല മണമുണ്ട്, വാസനിക്കാൻ കഴിയും, പക്ഷെ അത് കഴിച്ചാൽ ചവർപ്പാണ്, കയ്പാണ്. അതുപോലെ ഉള്ള് പരിശുദ്ധമല്ലാത്ത, ഉള്ള് കയ്പുകയും പുറത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടനപരതയ്ക്ക് വേണ്ടി സുഗന്ധം പരത്തുന്നവരെ പോലെയാണ് മുനാഫിക്കീങ്ങൾ, ഖുർആൻ ഓതുന്ന മുനാഫിക്ക്. ഇനി ഖുർആൻ തന്നെ പാരായണം ചെയ്യാത്ത ഒരു കപടവിശ്വാസിയാണെങ്കിലോ അവരെ സംബന്ധിച്ച് മുത്തുനബി തങ്ങൾ ഉപമപ്പെടുത്തി, അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുനാഫിക്ക് എന്ന് പറയുന്നത് ആട്ടങ്ങയെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ആട്ടങ്ങ രുചിയുമില്ല,
മണവുമില്ല, അതായത് ഒന്നിനും കൊള്ളാത്തവനായിട്ടാണ് അങ്ങനെയുള്ള ഖുർആൻ പാരായണം ചെയ്യാത്ത മുനാഫിക്കിനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമപ്പെടുത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഖുർആനിന്റെ മാസം കൂടി നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിന് ഒരുപാട് ഖുർആൻ ഓതി ധന്യമാക്കണമെന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യുകയും ആ ഖുർആനിന്റെ മുഹിബ്ബീങ്ങളായി ഖുർആനെ ധാരാളം ഓതി അത് നിലനിർത്തി അതിലൂടെ സ്വർഗം കിട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അബൂ ഇമാം ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിലൂടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയതാകുന്ന വാക്യത്തിലൂടെ കാണാൻ കഴിയും, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅ എന്ന്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുവിൻ, അത് ശുപാർശയായിട്ട് നാളെ നിങ്ങൾക്ക് വരുന്നതാണ്. ഖുർആൻ ശുപാർശകനായിട്ട് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ശുപാർശയാകുന്ന ഖുർആനെ പരിപാലിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് റമദാനിൽ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ എല്ലാ പോരിശയും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.